നമസ്കാരം. ഞാൻ തൈക്കാട് അയ്യ. നിങ്ങൾ എന്നെ പല പേരുകളിൽ അറിയൂ. എന്റെ യഥാർത്ഥ പേര് സുബ്ബരായൻ. ചിലരെന്നെ ശിവരാജയോഗി എന്ന് വിളിച്ചു. രാജകുടുംബം ബഹുമാനത്തോടെ സൂപ്രണ്ട് അയ്യ എന്ന് സംബോധന ചെയ്തു. സാധാരണക്കാർ സ്നേഹത്തോടെ തൈക്കാട്ടെ അയ്യ എന്നും. എന്നാൽ ചരിത്രം എന്നെ ഓർക്കുന്നത് ഒരുപക്ഷേ ഗുരുക്കന്മാരുടെ ഗുരു എന്നായിരിക്കും. എന്റെ കഥ കേൾക്കാൻ തയ്യാറാണോ? PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് എന്റെ ജീവിതത്തിലെ ഓരോ ഏടും പ്രധാനപ്പെട്ടതാണ്. എന്റെ ജനനം 1814 തമിഴ്നാട്ടിലെ നഗലപുരത്തായിരുന്നു. ഒരു തമിഴ് പണ്ഡിതന്റെ മകനായി. അറിവ് തേടി ചെറുപ്പത്തിലെ ഞാൻ ഭാരതം മുഴുവൻ സഞ്ചരിച്ചു. പല ഭാഷകൾ പഠിച്ചു, പല സംസ്കാരങ്ങൾ കണ്ടു. ഒടുവിൽ ഞാൻ കേരള മണ്ണിലെത്തി, അന്നത്തെ തിരുവിതാംകൂറിൽ. അവിടെ വെച്ചാണ് ഞാൻ ചരിത്രത്തിന്റെ ഒരു നിർണായക ദൗത്യത്തിന് സാക്ഷിയാകുന്നത്. ജാതിഭ്രാന്തിനെതിരെ ശബ്ദമുയർത്തിയതിന് ശിങ്കാരത്തോപ്പ് ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു യുവാവിനെ ഞാൻ കണ്ടുമുട്ടി. മുത്തുക്കുട്ടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അയാളുടെ കണ്ണുകളിലെ തീയും വാക്കുകളിലെ സത്യവും എന്നെ ആകർഷിച്ചു. ശിഷ്യനായ സ്വാതി തിരുനാൾ മഹാരാജാവുമായുള്ള എന്റെ ബന്ധമുപയോഗിച്ച് 1839 ഞാൻ അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കി. പിന്നീട് ലോകം ആ യുവാവിനെ അറിഞ്ഞത് അയ്യ വൈകുണ്ഠ സ്വാമികൾ എന്ന പേരിലാണ്. യോഗവിദ്യയുടെ രഹസ്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് പകർന്നു നൽകി. എന്റെ കാഴ്ചപ്പാടിൽ സാമൂഹിക മാറ്റം തുടങ്ങേണ്ടത് അടുക്കളയിൽ നിന്നും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇടങ്ങളിൽ നിന്നുമാണ്. അങ്ങനെയാണ് ഞാൻ തിരുവിതാംകൂറിൽ പന്തിഭോജനം എന്ന ഏർപ്പാടിന് തുടക്കമിടുന്നത്. അന്ന് ജാതിയുടെ പേരിൽ തൊട്ടുകൂടാത്തവരായി കണ്ടിരുന്നവരെയും ഉയർന്ന ജാതിക്കാരെയും ഞാനൊരു പന്തിയിലിരുത്തി ഊട്ടി. ഒരു മകരമാസത്തിൽ ഞാൻ നടത്തിയ ആ സമപന്തി ഭോജനത്തിൽ പുലയ സമുദായത്തിന്റെ നേതാവായ അയ്യങ്കാളിയും എന്റെ കൂടെയുണ്ടായിരുന്നു. അറിവ് ആരുടെയും കുത്തകയല്ലെന്ന് ഞാൻ വിശ്വസിച്ചു. എന്റെ വാതിലുകൾ എല്ലാവർക്കുമായി തുറന്നിട്ടിരുന്നു. അങ്ങനെയാണ് കുഞ്ഞൻപിള്ള എന്നൊരു ചെറുപ്പക്കാരൻ എന്നിലേക്കെത്തുന്നത്. പിന്നീട് നിങ്ങൾ അദ്ദേഹത്തെ അറിഞ്ഞത് ചട്ടമ്പി സ്വാമികൾ എന്ന പേരിൽ. കുഞ്ഞൻപിള്ളയാണ് നാണു എന്ന മറ്റൊരു യുവാവിനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നത്. കേരള ചരിത്രത്തിന്റെ ഗതി മാറ്റിക്കുറിച്ച ശ്രീനാരായണ ഗുരുവായിരുന്നു ആ നാണു. അവർക്കെല്ലാം ഞാൻ അറിവിന്റെ വെളിച്ചം പകർന്നു നൽകി. യോഗയിലും വേദാന്തത്തിലും ഉപനിഷത്തുകളിലും ഞാൻ അവർക്ക് വഴികാട്ടിയായി. അയ്യങ്കാളിക്ക് ഞാൻ സാമൂഹിക ഉന്നമനത്തിനുള്ള വഴികളാണ് ഉപദേശിച്ചത്. എന്റെ അടുക്കൽ ക്രിസ്തുമത വിശ്വാസിയായ പേട്ടയിൽ ഫെർണാണ്ടസും ഇസ്ലാം മത പണ്ഡിതനായ തക്കല പീർ മുഹമ്മദും ഉണ്ടായിരുന്നു. കേരളം മുഴുവൻ ഇന്ന് ഏറ്റുപാടുന്ന ഒരു മഹത്തായ മുദ്രാവാക്യമുണ്ട്: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഈ ആശയം ലോകത്തോട് ആദ്യം തമിഴിൽ വിളിച്ചു പറഞ്ഞത് ഞാനാണ്. ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതിതാൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ. ഇതിന്റെ മലയാള രൂപമാണ് ശ്രീനാരായണ ഗുരു പിന്നീട് ലോകത്തിന് സമ്മാനിച്ചത്. ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിന് ഉയർന്ന ജാതിക്കാർ എന്നെ പാണ്ടിപ്പറയൻ എന്ന് വിളിച്ചാക്ഷേപിച്ചു. 1873 ഞാൻ തിരുവിതാംകൂറിലെ റെസിഡൻസി മാനേജറായി ഔദ്യോഗിക പദവി ഏറ്റെടുത്തു. ഒരു സന്യാസിയെപ്പോലെ കാട്ടിലൊതുങ്ങിക്കൂടാതെ സാധാരണക്കാരനായി ഒരു ഗൃഹസ്ഥാശ്രമിയായി ജീവിച്ചുകൊണ്ടുതന്നെ ആത്മീയതയുടെ പാതയിൽ സഞ്ചരിക്കാമെന്ന് ഞാൻ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചുകൊടുത്തു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യ വൈകുണ്ഠർ, അയ്യങ്കാളി, കേരള നവോത്ഥാനത്തിന് തീകൊളുത്തിയ ഈ മഹാരഥന്മാരെയെല്ലാം ഒരു ചരടിൽ കോർത്ത കണ്ണിയായി ഞാൻ വർത്തിച്ചു. ഞാനൊരു പ്രസ്ഥാനം തുടങ്ങിയില്ല, ഒരു സംഘടന രൂപീകരിച്ചില്ല. എന്റെ ദൗത്യം മറ്റൊന്നായിരുന്നു: പുതിയ വിളക്കുകൾക്ക് തിരികൊളുത്തുക. 1909 ജൂലൈ 20 ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷെ ഞാൻ കൊളുത്തിയ വെളിച്ചം കേരളത്തെ മുഴുവൻ പ്രകാശമാനമാക്കി. അതുകൊണ്ട് എന്നെ ഓർക്കുമ്പോൾ ഞാൻ കത്തിച്ച ആ വെളിച്ചത്തെ ഓർക്കുക. ആ വെളിച്ചത്തിൽ വഴി നടന്ന മഹാരഥന്മാരെ ഓർക്കുക.